കേരളത്തിലെ കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ പ്രവർത്തന അനുഭവം പ്രദാനം ചെയ്യുന്ന കർഷകരാണ് ഇടുക്കി ജില്ലയിലുള്ളത്. കൃഷിയിലായാലും മൃഗസംരക്ഷണത്തിലായാലും ഇവർ കാലാവസ്ഥയ്ക്ക് അനുസരണമായി ഒരു തനത് രീതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. വിനോദത്തിന് തുടങ്ങി പിന്നീട് അതൊരു സ്വയം തൊഴിൽ സംരംഭമാക്കി മാറ്റിയ പ്രിയ സി അഗസ്റ്റിൻ എന്ന വീട്ടമ്മയുടെ മുയൽ കൃഷിയാണ് ഇത്. വളരെ ലളിതമായി എന്നാൽ ശാസ്ത്രീയതയിൽ ഊന്നി നിർമ്മിച്ച ഈ മുയൽ ഫാമിൽ ഇപ്പോൾ 200 മുയലുകളാണുള്ളത്. വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു ഈ വീട്ടമ്മ എന്ന് ഈ ഫാം സന്ദർശിക്കുന്ന ആർക്കും മനസ്സിലാകും. മുയലുകളെ പ്രധാനമായും വളർത്തുന്നത് ഇറച്ചിക്കും ചർമ്മത്തിനും വേണ്ടിയാണ്. കുറഞ്ഞ സമയം കൊണ്ട് പെറ്റുപെരുകാനുള്ള കഴിവ്, കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചി, കൂടാതെ കുറഞ്ഞ സ്ഥല സൗകര്യത്തിലും ചെറിയ മുതൽമുടക്കിലും ഏത് പ്രായത്തിലുള്ളവർക്കും ആരംഭിച്ച് ആദായമുണ്ടാക്കാൻ കഴിയും എന്നതാണ് മുയൽ കൃഷിയുടെ പ്രത്യേകത. മുയൽ കൂടുകൾ മരം കൊണ്ടോ കമ്പിവല കൊണ്ടോ നിർമ്മിക്കാം. കൂടുകൾ വായുസഞ്ചാരമുള്ളതും ഇഴജന്തുക്കൾ കടക്കാത്തതുമായിരിക്കണം. കൂടിന്റെ ശുചിത്വമില്ലായ്മ രോഗങ്ങൾക്ക് കാരണമാകും. ഇവിടെ മൂത്രം, കാഷ്ടം തുടങ്ങിയവ പ്രത്യേകമായി സംഭരിച്ച് കുഴൽ വഴി ബയോഗ്യാസ് പ്ലാന്റിലേക്ക് വിട്ടിരിക്കുന്നു. കൂടുകൾ 50 സെന്റിമീറ്റർ ഉയരവും 90 സെന്റിമീറ്റർ നീളവും 70 സെന്റിമീറ്റർ വീതിയും ഉള്ളതായിരിക്കണം. കൂട് തറയിൽ നിന്ന് 1 മീറ്റർ പൊക്കത്തിലായിരിക്കണം നിർമ്മിക്കേണ്ടത്. പച്ചപ്പുല്ല്, മുരുക്കില, കാരറ്റ്, കാബേജ്, പയറുകൾ, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, കുതിർത്ത ഗോതമ്പ് തുടങ്ങിയവ ആഹാരമായി നൽകാവുന്നതാണ്. ഇവിടെ പച്ചപ്പുല്ല് കെട്ടി കൂട്ടിലുള്ള പ്രത്യേക അറയിൽ ഇട്ടുകൊടുക്കുന്നു. മൂത്രം പുല്ലിൽ വീഴാതിരിക്കാനും പുല്ല് തറയിൽ കിടന്ന് പാഴകിപ്പോകാതിരിക്കാനും ഇത് സഹായിക്കുന്നു. യഥേഷ്ടം ശുദ്ധജലം കുടിക്കാൻ നൽകേണ്ടതാണ്. ഇവിടെ ചെറിയ മുയലുകൾക്ക് മൺചട്ടിയും വലിയവയ്ക്ക് ഓട്ടോമാറ്റിക് വാട്ടർ ഡ്രിങ്കറും ഘടിപ്പിച്ചിരിക്കുന്നു. ന്യൂസിലൻഡ് വൈറ്റ്, സോവിയറ്റ് ചിഞ്ചില, ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് തുടങ്ങിയ മുന്തിയ ഇനം ഇറച്ചി മുയലുകളെയാണ് ഇവിടെ വളർത്തുന്നത്. ഇവിടെയുള്ള മദർ സ്റ്റോക്ക് കൊടൈക്കനാലിലെ ഫാമിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പ്യുവറായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലതരം ജനസിൽപ്പെട്ട മുയലുകളാണ് ഇവിടെ ഉള്ളത്. പ്രധാനമായിട്ടും ന്യൂസിലൻഡ് വൈറ്റ്, സോവിയറ്റ് ചിഞ്ചില, ബ്ലാക്ക് ഹട്ട് എന്നീ ഇനങ്ങളിൽപ്പെട്ട മുയലുകളാണ് ഇവിടെ ഉള്ളത്. രാവിലെ 8 മണിക്ക് ജോലിക്കാർ വരികയും ക്ലീൻ ചെയ്തതിന് ശേഷം 8:30 പെല്ലറ്റ് സപ്ലൈ ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്ക് ഗോതമ്പ് കുരിപ്പിച്ച് വെച്ച ഗോതമ്പ് ഇട്ട് കൊടുക്കും. 4 മണിക്ക് പുല്ലിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഭക്ഷണക്രമം. പിന്നെ വെള്ളം എപ്പോഴും നിപ്പട്ടിങ്ങൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കും. ആൺമുയലിനെയും പെൺമുയലിനെയും പ്രത്യേകം കൂടുകളിലാണ് വളർത്തേണ്ടത്. 10 പെൺമുയലുകൾക്ക് 1 ആൺമുയൽ എന്ന അനുപാതത്തിൽ വളർത്തണം. 6 മാസം പ്രായമായ മുയലുകളെ ഇണ ചേർക്കാവുന്നതാണ്. 28 മുതൽ 34 ദിവസം വരെയാണ് ഇവയുടെ ഗർഭകാലം. ഗർഭകാലത്തിന്റെ അവസാന ആഴ്ചയിൽ ഒരു പ്രത്യേക കൂട് ചകിരി കീറി പ്രത്യേകം തയ്യാറാക്കിയ നെസ്റ്റ് ബാഗ് പെൺമുയലുള്ള കൂട്ടിനുള്ളിൽ വെക്കേണ്ടതാണ്. ഈ കൂട്ടിലാണ് മുയൽ പ്രസവിക്കുന്നത്. ഒരു പ്രസവത്തിൽ 6 മുതൽ 8 വരെ കുട്ടികൾ ഉണ്ടായിരിക്കും.
4 മുതൽ 6 ആഴ്ച വരെ പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങളെ തള്ളയുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റേണ്ടതാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന പാസ്ചുറല്ല രോഗം, കരളിനെ ബാധിക്കുന്ന കോക്സിഡിയ രോഗം, അകിടുവീക്കം, തൊലിപ്പുറത്തുണ്ടാകുന്ന വരട്ടുചൊറി എന്നിവയാണ് മുയലുകളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. ശുചിത്വം പാലിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ചികിത്സ നൽകുകയും ചെയ്യുകയാണ് പ്രധാന മാർഗം. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ഫാമാണ്. എല്ലാവരും നല്ല ഒറിജിനൽ ബ്രീഡ്സ്, പ്യുവർ ബ്രീഡായിട്ടുള്ള ബ്രീഡുകളെയാണ് ഇവിടെ വളർത്തുന്നത്. സോവിയറ്റ് ഇഞ്ചില, ഗ്രേ ജയന്റ്, ന്യൂസിലാൻഡ് വൈറ്റ് മുതലായ മുയലുകളെ, ബ്രോയിലർ മുയലുകളെ ഇവിടെ വളർത്തി വരുന്നു. വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നൊരു ഫാമാണ്. ഇവിടെ പ്രിയയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരി. അവർ ഇതിനെക്കുറിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകി വരുന്നു. ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങളുള്ളപ്പോഴത്തേന് രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ആവശ്യങ്ങളുള്ളപ്പോഴത്തേന് തെക്കുംഭാഗം മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. നമ്മൾ അതിൻ്റെ എല്ലാം ഡയറക്ഷൻസ് നൽകി വരുന്നു. ഇതിന് തീറ്റയായി CO3 പുല്ലും റാബിറ്റ് ഫീഡുമാണ് കൊടുക്കുന്നത്, പെല്ലറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഒരു 150 ഗ്രാം പുല്ല് വീതം ഓരോ മുയലിനും കൊടുത്തു വരുന്നു. ഒറ്റ നേരം മാത്രമേ ഇതിനെ ഫീഡ് ചെയ്യാറുള്ളൂ. ഇത്ര ക്ലീനായിട്ട് സൂക്ഷിക്കുന്നതിനാൽ സാധാരണ മുയൽക്കൂടുകളിൽ കണ്ടുവരാറുള്ള മേഞ്ച്, വയറിളക്കം ഇത്യാദി രോഗങ്ങളൊന്നും ഈ ഫാമിൽ അധികമായി കണ്ടുവരുന്നില്ല. അതാണ് പ്രധാനമായിട്ടും ക്ലീനിങ്ങിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള മേഞ്ച്, വയറിളക്കം ഇമാതിരി വരുന്ന രോഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉദാഹരണമാണ് ഈ ഫാം. മുയലുകളുടെ പരിചരണം കുട്ടികൾക്കും മുതിർന്നവർക്കും ആയാസരഹിതവും മനസ്സിന് ഉന്മേഷം നൽകുന്നതുമാണ്. വീട്ടുവളപ്പിൽ അലങ്കാരത്തോടൊപ്പം ആദായത്തിനും മുയൽ വളർത്തൽ ഉപകരിക്കും. വ്യാവസായികമായിട്ടുള്ള മുയൽ വളർത്തലിന് കേരളത്തിൽ അനന്ത സാധ്യതയാണുള്ളത്. ഈ മുയൽ ഫാം അതിന് ഒരു ഉത്തമ ഉദാഹരണവുമാണ്. മൃഗപരിപാലനത്തിന്റെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയനാണ് റോയി എന്ന ഈ സമ്മിശ്ര കർഷകൻ. പാൽ വിൽപ്പന പൂർണ്ണമായി ഉപേക്ഷിച്ചാലും പശു, ആട് തുടങ്ങിയവയുടെ പരിപാലനം ഇവയുടെ കുഞ്ഞുങ്ങളുടെ വിൽപ്പനയിലൂടെ ലാഭകരമാക്കാം എന്ന് ഈ കർഷകൻ തെളിയിച്ചിരിക്കുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിലല്ലാതെ കാഴ്ചയ്ക്കായി ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ഓറഞ്ച്, റംബൂട്ടാൻ തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ നട്ടിരിക്കുന്നു. വിനോദത്തിനായി ഇവിടെ മൃഗപരിപാലനവും നടത്തുന്നു. സഞ്ചാരപ്രിയനായ ഇദ്ദേഹത്തിന്റെ യാത്രയിൽ കണ്ടുമുട്ടുന്ന ഇഷ്ടപ്പെട്ട പക്ഷി മൃഗാദികൾ ഏതായാലും ഉടൻ വിലയ്ക്ക് വാങ്ങും. ഇതുപോലെ ഒരു യാത്രയിൽ കൊട്ടാരക്കരയിൽ നിന്നും 45,000 രൂപ കൊടുത്തു വാങ്ങിയതാണ് വെച്ചൂർ പശു. ഇപ്പോൾ ഇതിന് 2 വയസ്സായി. 1.5 ലിറ്റർ പാൽ മാത്രമാണ് ലഭിക്കുന്നത്. വീട്ടാവശ്യത്തിനുള്ളത് മാത്രം കറന്നെടുക്കും. വെച്ചൂർ പശുവിന്റെ തന്നെ കാളയും ഇവിടെ ഉണ്ട്. അന്യം നിന്നു പോകുന്ന ഈ ഇനം പശുക്കളെ അതിന്റെ തന്നെ കാളയെ ഉപയോഗിച്ച് സങ്കര ഇനമല്ലാതെ തനതായ കുഞ്ഞുങ്ങളെ ഇദ്ദേഹം ഉത്പാദിപ്പിച്ചെടുക്കുന്നു. അറിയപ്പെടുന്ന തനിനാടൻ ചെറിയ പശുക്കളായ കുട്ടമ്പുഴ ഡ്വാർഫ്, കാസർഗോഡ് കൃഷ്ണ, ചെറുവള്ളി പശു തുടങ്ങിയവയും ഇദ്ദേഹത്തിന്റെ തൊഴുത്തിൽ വളരുന്നു. പൊതുവെ ചെറിയ പശുക്കളായതുകൊണ്ട് തീറ്റ വളരെ കുറച്ചു മതി, പാലും വളരെ കുറവായിരിക്കും. കാസർഗോഡ് കൃഷ്ണ പൊതുവെ കറുപ്പ് നിറത്തിൽ മാത്രമേ കാണാറുള്ളൂ. പൂജാ ആവശ്യങ്ങൾക്ക് വേണ്ടി മുമ്പ് ഇതിന്റെ പാൽ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പുല്ലും വൈക്കോലും മാത്രമാണ് തീറ്റയായി നൽകുന്നത്. ഹൈടെക് തൊഴുത്തൊന്നുമല്ലെങ്കിലും ഈ ചെറിയ പശുക്കൾ നിരന്നു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നാടൻ പശുക്കളെയാണ് വളർത്തുന്നത് മെയിനായിട്ട്. കുട്ടമ്പുഴ പശു, വെച്ചൂർ പശു, ചെറുവള്ളി പശുക്കൾ, കാസർഗോഡ് ഡാർഫ് ഇനങ്ങളാണ്. 2 ലിറ്റർ പാലാണ് സാധാരണ ഇതിൽ കിട്ടുന്നത്. കുട്ടമ്പുഴ പശുവിന് 3 ലിറ്റർ പാൽ വരെ കിട്ടും. വെച്ചൂർ പശുവിൻ്റെ കണ്ണിൻ്റെ
പീലികൾ സ്വർണ്ണ കളറും കണ്ണിന് ചുറ്റും റിംഗ് ഉണ്ടായിരിക്കും. മുഖം വെളുത്ത തവിടിൻ്റെ കളറായിരിക്കും. കാലിൻ്റെ പെശനിയും അതേപോലെ ക്രീം കളറിൽ തന്നെ ഇരിക്കും. ഹമ്പുണ്ടാവും. ഇതൊക്കെയാണ് വെച്ചൂർ പശുവിൻ്റെ പ്രത്യേക ലക്ഷണങ്ങൾ. അതിൻ്റെ മൂത്രത്തിനും ഒക്കെ വളരെ ഔഷധ ഗുണമുള്ളതാണ്. കൃഷിയിടത്തിലേക്ക് ചാണകവും മൂത്രവും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആടുകളിൽ ബീറ്റൽ, ജമുനാപ്പാരി ക്രോസ് ആടുകളാണുള്ളത്. 2 ലിറ്റർ പാല് വരെ കിട്ടുന്ന ആടുകൾ നിലവിലുണ്ട്. അതിൻ്റെ കുട്ടികളെയാണ് വളർത്തി വിൽക്കുന്നത്. ഇവിടെ ആടുകളെ തുറന്നുവിട്ട് വളർത്തുന്നു. രാത്രിയിൽ മാത്രം ഇവയെ കൂട്ടിൽ കയറ്റും. ജമുനാപ്പാരി, ശിരോഹി തുടങ്ങിയ ഇനം പെണ്ണാടുകളും ഒരു ബീറ്റൻ മുട്ടനാടുമാണ് ഇവിടെ ഉള്ളത്. പ്ലാവില, പുല്ല് തുടങ്ങിയവ തീറ്റയായി നൽകും. പാൽ കറന്നെടുക്കാറില്ല. കുട്ടികളെ ആവശ്യക്കാർക്ക് വിൽക്കും. ഇപ്പോൾ ഇവിടെ 11 ആടുകളാണുള്ളത്. ഇതിന്റെ പരിചരണം റോയിയുടെ ഭാര്യ ഷൈലയ്ക്കാണ്. ഫ്ലൈങ് ഡക്ക്, ഗൂസ്, പിഞ്ചസ്, ബേഡ്സ് വളർത്തുന്നുണ്ട്. പിന്നെ അലങ്കാര കോഴികൾ, ഗിനി, ടർക്കി ഇതിനെല്ലാം വളർത്തുന്നുണ്ട്. ഇതിൻ്റെ മുട്ടകളെല്ലാം ഞങ്ങൾ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കും. മീനുകളെ വളർത്തുന്നുണ്ട്. മീനുകളുടെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട്. മീനുകൾക്ക് അസോള തീറ്റ കൊടുക്കും. പച്ചിലകളൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത്. ഓസ്കാർ, ഗ്രാസ് കാർപ്പ്, റെഡ് കാർപ്പ്, വൈറ്റ് ഗൗറ, സാധാ വീട്ടുപയോഗത്തിന് ഉപയോഗിക്കുന്ന ഗൗറ, നൈനോട്ടിക്ക ഇതെല്ലാം വളർത്തുന്നുണ്ട്. നൈനോട്ടിക്ക ഒത്തിരി കുഞ്ഞുങ്ങളെ ഉണ്ടാകാറുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഹോബിയായിട്ടാണ് ആദ്യം തുടങ്ങിയത്. അപ്പം വരുമാനമുള്ള ഹോബിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തന്നെയാണ് ഇതെല്ലാം നോക്കുന്നത്. മീൻ വളർത്തൽ റോയിയുടെ മറ്റൊരു വിനോദമാണ്. 8 കുളങ്ങളിലായി വിവിധ തരം മത്സ്യങ്ങളെ വളർത്തുന്നു. ഗൗരാമി, നൈനോട്ടിക്ക, ഗോൾഡ് ഫിഷ് തുടങ്ങിയവയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. വാട്ടർ ടാങ്ക് മുറിച്ച് അതിൽ തന്നെ നൈനോട്ടിക്കയുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. കോഴികളും താറാവും ഒക്കെയായി ഒരു നിര തന്നെ ഇവിടെയുണ്ട്. 10 ഗിനിക്കോഴികളാണ് ഇവിടെയുള്ളത്. ദിവസവും 8 മുട്ട വരെ ലഭിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് മുട്ട വിൽക്കും. ഇതിന്റെ മുട്ടയ്ക്ക് വേണ്ടിയും കാഴ്ചയ്ക്കുമായി വളർത്തുന്നു. മുട്ട അടവച്ച് വിരിയിച്ച് 3 മാസം പ്രായമായതിന് 1000 രൂപയ്ക്ക് വിൽക്കും. വെറും നാടൻ കോഴിയും ഇവിടെയുണ്ട്. അതിനെയാണ് അടവയ്ക്കിനായി ഉപയോഗിക്കുന്നത്. മണിത്താറാവ് അഥവാ പറക്കുന്ന താറാവ്. ഇതിന് ഗോതമ്പ്, തവിട്, അസോള ഇവ തീറ്റയായി നൽകുന്നു. ഇത് സ്വന്തമായി അടയിരിക്കും. ഇവിടെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. സാധാരണ കോഴിയേക്കാൾ മുട്ട വിരിയാൻ 7 ദിവസം കൂടുതൽ വേണം. പോരുകോഴി ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. 4 പൂവൻ കോഴിയും 1 പിടക്കോഴിയുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരു പോരുകോഴിക്ക് 1000 രൂപ വില ലഭിക്കും. ഇറച്ചിക്ക് വേണ്ടി കൽഗവും ഇവിടെ വളർത്തുന്നു. 8 കൽഗം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഗൂസ് അരയന്നത്തിനെ പോലിരിക്കും. അരയന്നത്തിന്റെ ഒരു വകഭേദമാണെന്ന് ഇവ പറയുന്നു. 5 ഗൂസ് ഇവിടെയുണ്ട്. ചെറിയ തടാകവും ഇതിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു. ചന്ദനത്തിന്റെ ഗന്ധവും ശർക്കരയുടെ മധുരവുമുള്ള പ്രദേശമാണ് മറയൂർ. എങ്കിലും പ്രദേശവാസികൾ ഭൂരിഭാഗവും കർഷകരും സാധാരണക്കാരുമാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും അതുവഴി ഫാം ടൂറിസം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാനും വേണ്ടിയാണ് അങ്കമാലിയിലെ CT കുരുവിള എന്ന കർഷകൻ ഈ സംരംഭം തുടങ്ങിയത്. ഏതാണ്ട് 9 ഏക്കറോളം സ്ഥലം അതിന്റെ തനിമ നഷ്ടപ്പെടാതെ കൃഷി ചെയ്തു വരുന്നു. എല്ലാ കൃഷിയും ഇടവിളയായി ചെയ്യുന്നുണ്ടെങ്കിലും ആപ്പിൾ, ഓറഞ്ച്, മതളം തുടങ്ങിയ ഫലവൃക്ഷങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഹോം സ്റ്റേയും ക്യാമ്പ് ഫയർ തുടങ്ങിയവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്.
പ്രകൃതി രമണീയമായ കാഴ്ചയും കണ്ട് ഇവിടെ ഒരു ദിവസം താമസിച്ചു പോവുക എന്നുള്ളത് ഏത് വിനോദസഞ്ചാരിയുടെയും ആഗ്രഹമായിരിക്കും. കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിലെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഇത്. നൂറ് ചുവർ ആപ്പിൾ മരമാണ് ഇവിടെയുള്ളത്. എല്ലാം കായ്ക്കുന്നവയുമാണ്. ആപ്പിളിന്റെ ചുവട്ടിൽ കിളിർത്തു വരുന്ന ചെറിയ ചെടി പറിച്ചു നട്ട് അതിൽ ബഡ് ചെയ്യുകയാണ് പതിവ്. ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. 2 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കണം. രാസവളമോ അല്ലെങ്കിൽ കീടനാശിനികളോ യാതൊന്നും ഉപയോഗിക്കാതെയാണ് ഈ കൃഷി ഇവിടെ നിലനിന്ന് പോകുന്നത്. ഒരു ആപ്പിളിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ബഡ് ചെയ്ത മരമായതുകൊണ്ട് 15 വർഷത്തേക്കാണുള്ളത്. 15 കൊല്ലം കൊണ്ട് ഈ മരം കേടുവന്ന് തീർന്നു പോവുകയും പിന്നെ രണ്ടാമത് അവിടെ തൈ വെച്ച് കിളിപ്പിക്കുകയാണ് ചെയ്യാൻ. പിന്നെ അതിനുപയോഗിക്കുന്ന വളം എന്ന് പറയുന്നത് ശരിക്കും വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ തന്നെ കുമ്മായം, ചാണകം, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വേറെ പഴവർഗ്ഗങ്ങളായിട്ട് ഓർഗാനിക് രീതിയിലാണ് എല്ലാ കൃഷികളും, അതായത് ഓറഞ്ച്, ആപ്പിള്, മാതള നാരകം എന്നീ ഐറ്റം എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. സാധാരണയായി ജൂൺ മാസത്തിൽ പൂവിടും. ഓഗസ്റ്റ് മുതൽ വിളവെട്ട് നടക്കും. ഒരു വർഷം ഒരു പ്രാവശ്യം മാത്രമേ കായ്ക്കാറുള്ളൂ. ആപ്പിൾ പകുതി മൂപ്പാകുമ്പോൾ നെറ്റിട്ട് പൊതിയണം. കിളി, കുരങ്ങ് മുതലായവയുടെ ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടിയാണിത്. ശരാശരി ഒരു സീസണിൽ 1000 കിലോ ആപ്പിൾ വരെ ഇവിടെ ലഭിക്കാറുണ്ട്. മാതളവും ഇവിടുത്തെ മറ്റൊരാകർഷണമാണ്. തണ്ട് എയർ ലെയറിംഗ് ചെയ്ത് മാറ്റി നടുകയാണ് പതിവ്. ഒരു മരത്തിൽ നിന്ന് 10 കിലോ മാതളം ലഭിക്കും. കാന്തല്ലൂരിലെ കാലാവസ്ഥ അവിടുത്തെ കർഷകർക്ക് ഒരു അനുഗ്രഹമാണ് എന്നതിന് ഒരു സംശയവുമില്ല.